ഗുഡ് മോർണിംഗ് ആൾ. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിയാണ്. അപ്പോൾ തിയറം, ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് ക്യൂ ഈസ് കോൺജുഗേറ്റ് ഓഫ് പി. എന്താ ക്യൂ കോൺജുഗേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ 1/p പ്ലസ് 1/q 1 ആയിരിക്കും അല്ലേ. ഇഫ് എഫ് ബിലോങ്സ് ടു എൽ പി ഓഫ് ഇ ആൻഡ് ജി ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് ഇ, then their product fg is integrable over E, and Holder's inequality integral over E mod fg less than or equal to norm fp into norm gq. Moreover, if f not equal to 0, the function f star equal to norm fp raised to 1 minus b sgn of x. sgn of f എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആവുമ്പോൾ -1, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ -1 ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 ഇൻറ്റു എഫ്. അപ്പം എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് എക്സ് മ്യൂ ആൻഡ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാർ നോം എഫ് പി ആയിരിക്കും ആൻഡ് ഇൻ്റഗ്രൽ നോം ഓഫ് എഫ് സ്റ്റാർ ക്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് തിയറം 1 പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രൂഫ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പി ഈക്വൽ ടു 1 ആവുന്ന കേസിൽ സെപ്പറേറ്റ് പ്രൂവ് ചെയ്യാം. പി ഈക്വൽ ടു 1 ആണെന്ന് എടുക്കാം. അപ്പോൾ പി ഈക്വൽ ടു 1 ആകുമ്പം എന്താണ് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി, അതായത് എഫ് ബിലോങ്സ് ടു L1 ഓഫ് ഇ ആണ് ആൻഡ് ജി ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് ഇ. L1ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പം എൽ ഇൻഫിനിറ്റി ഓഫ് ഇ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി നമുക്ക് പ്രൂവ് ചെയ്യണം. എഫ് ജി ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ജി, ഇതിനെ നമുക്ക് എഫ് ജി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ഇൻറ്റു മോഡ് ജി എന്ന് പറയും. ഇനി നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലെ ഒരു എക്സാമ്പിളിൽ പറയുന്നുണ്ട് മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ഇൻഫിനിറ്റി ആയിരിക്കും. അത് പറയുമ്പോൾ ക്ലിയർ. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഇൻറ്റു നോം ജി ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പം നോം ജി ഇൻഫിനിറ്റി ഒരു കോൺസ്റ്റൻ്റ് റിയൽ നമ്പറാണ്. അപ്പോൾ അതിന് ഔട്ട് സൈഡ് എടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു നോം ജി ഇൻഫിനിറ്റി ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയാം. എന്താ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്? നമ്മൾ എഫ് L1 ഓഫ് ഇയിലാണ് എടുത്തത്. അപ്പോൾ L1 ഓഫ് ഇയിൽ നോം എഫ് എന്തായിരിക്കും? എഫ് നോം എഫ് പി പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റീസ് ടു പി. പി 1 ആണ്, ഹോൾ റീസ് ടു 1/p അതും 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് നോം എഫ് ആണ്. അപ്പം ഇവിടെ നോം F1 എന്ന് പറയാം ഇതിന്. ദാറ്റ് ഈസ് നോം F1 ഇൻറ്റു നോം ജി ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഡോട്ട് ജി മോഡ്ലെസ് നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂന് ഈക്വൽ ആണ്. കാരണം P1 ഉം Q ഇൻഫിനിറ്റിയും ആണ് എന്നുള്ള കേസിൽ അത് ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം എഫ് സ്റ്റാറിനെ നമുക്ക് എന്ത് പറയാം? എഫ് സ്റ്റാർ ഇപ്പം എന്താ? എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി. എഫ് പി പറഞ്ഞാൽ നോം F1 ആണ്. 1 മൈനസ് പി ദറ്റ് ഈസ് 1 മൈനസ് 1 0. അപ്പോൾ ഇതെന്തായിട്ട് മാറും? നോം എഫ് റീസ് ടു 0 ദറ്റ് ഈസ് 1 ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ് അല്ലേ, ഇൻറ്റു മോഡ് എഫ് റീസ് ടു പി മൈനസ് 1. പി 1 ആയതുകൊണ്ട് അതും 1. അപ്പോൾ എഫ് സ്റ്റാർ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ എന്താ? എഫ് ഇൻറ്റു എഫ് സ്റ്റാർ. എഫ് ഇൻറ്റു എഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ്. എന്താ എഫ് ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ്? എഫ് നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എഫ് ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ് എന്താ വരിക? മൈനസ് എഫ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, മൈനസ് എഫ്. എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് അല്ലേ. ഇതെന്ന് പറയുന്നത് മോഡ് എഫ് അല്ലേ. അപ്പം എഫ് ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് മോഡ് എഫ് ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്താ? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ദാറ്റ് ഈസ് നോം F1. അപ്പം നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി എന്ന് പറയുന്നത് പി ഈക്വൽ ടു 1 ആകുമ്പോൾ ട്രൂ ആണ്. ഇനി നോം എഫ് സ്റ്റാർ എന്താ? ഓവർ ക്യൂ നോം
എഫ് സ്റ്റാർ ഓഫ് ക്യൂ. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആയിട്ടുള്ള എം എന്താണ് അതാണ് വരുന്നത് അല്ലേ. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എസെൻഷ്യൽ ഇത് ആയിട്ടാണ് എസെൻഷ്യൽ ബൗണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എഫ് സ്റ്റാർ എന്ന് പറയുന്നത് SGN(f) ആണ് ഈ കാറ്റഗറിയിൽ. അപ്പം അവിടെ വാല്യൂ വരുന്നത് 1 ആണ്. അപ്പം നോം എഫ് സ്റ്റാർ ഈക്വൽ ടു 1 ആയാലും -1 ആയാലും അവിടെ നോം വാല്യൂ 1 ആണ്. എഫ് എന്ന് പറയുന്നത് -1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ നോം 1 ആണ്. അപ്പം P ഈക്വൽ ടു 1 കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എഫ് ജി എന്ന് പറയുന്നത് ഇതാണെന്ന് കാണിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് ഇത് ലെസ് ദാൻ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. സോ എഫ് ജി ഇസ് ഇൻ്റഗ്രബിൾ. അത് ഈ ഒരു ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നതിന് ക്ലിയർ ആണ് എല്ലാ ഇതിലും. അപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾ നമ്മൾ P ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് P ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസാണ്. അപ്പോൾ P ഗ്രേറ്റർ ദാൻ 1 ആണ്. എഫ് ആൻഡ് ജി ആർ നോൺ സീറോ. എഫും ജിയും 0 ആണെങ്കിൽ ട്രിവിയൽ ആണ്, എല്ലാം 0 ആയിട്ട് ഈക്വാലിറ്റി ഹോൾഡ് ചെയ്ത് പോകും. അപ്പോൾ എഫും ജിയും നോൺ സീറോ ആയിട്ടുള്ള കാറ്റഗറിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഫും ജിയും നോൺ സീറോ ആയിട്ടുള്ള കാറ്റഗറിയിൽ ആദ്യം എഫിനെ എഫ് ബൈ നോം എഫ് പിനെ കൊണ്ടും ജിനെ ജി ബൈ നോം ജി ക്യൂനെ കൊണ്ടും റീപ്ലേസ് ചെയ്തിട്ട് അത് ട്രൂ ആണെന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആണെന്നല്ല, അത് ട്രൂ ആണെങ്കിൽ എഫിനും ജിക്കും ട്രൂ ആണെന്ന് കാണിക്കും. അതായത് എന്താ എഫ് ബൈ നോം എഫ് പിൻ്റെയും എഫ് ബൈ നോം എഫ് പിൻ്റെ പ്രത്യേകത? എഫ് എൽ പിയിലുള്ളതാണെങ്കിൽ ഇതിൻ്റെ നോം എന്ന് പറയുന്നത് 1 ആണ്. ജി ബൈ നോം ജി ക്യൂ, ജി എൽ ക്യൂലെ ആളാണ്, അപ്പോൾ അതിൻ്റെ നോം അതും 1 ആണ്. അപ്പോൾ ഇതിന് ട്രൂ ആണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എഫിനും ജിക്കും പകരം എഫ് ബൈ നോം എഫ് പിയും ജി ബൈ നോം ജി ക്യൂ എടുത്താൽ ട്രൂ ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ എഫിനും ഫോർ എനി എഫ് ആൻഡ് ജിക്ക് ട്രൂ ആണ് കറസ്പോണ്ടിങ്. അതായത് എഫിൻ്റെ നോർമലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന് ട്രൂ ആണെങ്കിൽ എഫിനും ജിക്കും ട്രൂ ആണെന്ന് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? നോർം 1 ആയിട്ടുള്ള ആളുകൾക്ക് ട്രൂ ആണെന്ന് പിന്നെ കാണിച്ചാൽ മതി. അപ്പോൾ നോർം 1 ആയിട്ടുള്ള ആളുകൾക്ക് ട്രൂ ആണെങ്കിൽ എഫിനും ജിക്കും ട്രൂ ആണെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് ഇനി നോർം 1 ആണെങ്കിൽ ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു പറയാം, നമ്മൾ ആദ്യം യൂണിറ്റ് വെക്റ്റേഴ്സിന് ട്രൂ ആണെന്ന് നമുക്ക് കാണിക്കാം. യൂണിറ്റ് വെക്റ്റേഴ്സ് അല്ല, യൂണിറ്റ് ഫങ്ഷൻസ് എന്ന് ട്രൂ ആണെന്ന് നമ്മൾ കാണിക്കും. അപ്പോൾ യൂണിറ്റ് ഫങ്ഷൻസിന് ട്രൂ ആണ്. അതുകൊണ്ട് എഫ് ബൈ നോം എഫ് പി ആൻഡ് ജി ബൈ നോം ജി ക്യൂ എന്ന് പറയുന്ന യൂണിറ്റ് ഫങ്ഷൻസിന് ട്രൂ ആണ്. അപ്പം അത് യൂസ് ചെയ്ത് നമ്മൾ എഫിനും ജിക്കും ട്രൂ ആണെന്ന് കാണിക്കും. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇതിൽ പറഞ്ഞത് എഫ് ബൈ നോം എഫ് പി ജി ബൈ നോം ജി ക്യൂക്ക് ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണെന്ന് കാണിക്കും. എന്നിട്ട് നോം 1 ആയിട്ടുള്ള, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോം 1 ആയിട്ടുള്ളതിന് ട്രൂ ആണെന്ന് കാണിക്കാം. അപ്പോൾ സപ്പോസ് കൺസിഡർ നോം എഫ് ഈക്വൽ ടു 1 ആൻഡ് നോം ജി ഈക്വൽ ടു 1. അപ്പം നോം എഫും നോം ജിയും 1 ആയിട്ടുള്ളതിന് ട്രൂ ആണെന്നാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കൺസിഡർ നോം എഫ് പി ഈക്വൽ ടു 1 ആൻഡ് നോം ജി ക്യൂ ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നോം എഫ് പി 1 ആണ്, 1 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ പ്രൂവ് ചെയ്യേണ്ടത്. എഫിൻ്റെയും ജിയുടെയും നോം 1 ആണെങ്കിൽ. അപ്പോൾ 1 ആകുമ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ജി എന്താണ്? മോഡ് എഫ് ജി ഈക്വൽ ടു മോഡ് എഫ് ഇൻറ്റു മോഡ് ജി which is less than or equal to mod f raised to p plus by p plus mod g raised to q by q almost everywhere on e from Young's inequality. നമ്മൾ Young's inequality പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ raised to p by p plus b raised to q by q. അപ്പോൾ അത് പ്രകാരം നമുക്കിത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് മോഡ് എഫ് raised to p by p പ്ലസ് മോഡ് ജി raised to q by q എന്ന് പറയും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി എന്തായി? മോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by p ഇൻറ്റു
integral over a mod f raised to p plus 1 by q into integral over a mod g raised to q. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ഇവിടെയും ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റിയിലും ഈ ഒരു ക്വാണ്ടിറ്റിയിലും ഇൻ്റഗ്രേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പം അത് പ്രകാരം ഇത് കിട്ടും. ഇനി നമുക്ക് ഇതിന് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി, ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി ആണ് ആര്? നോം എഫ് പി. അതിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി 1 ആണ്, 1 റേസ് ടു പി എന്ന് വരും, ദാറ്റ് ഈസ് 1 ആണെന്ന് പറയും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി 1 ആണ്. സിമിലർലി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ജി റേസ് ടു ക്യൂവും 1 ആണെന്ന് പറയും. അപ്പം ഇതെന്തായി? 1 ബൈ പി ഇൻറ്റു 1 പ്ലസ് 1 ബൈ ക്യൂ ഇൻറ്റു 1, ദാറ്റ് ഈസ് 1 ബൈ പി പ്ലസ് 1 ബൈ ക്യൂ. എന്താ 1 ബൈ പി പ്ലസ് 1 ബൈ ക്യൂ? 1, കാരണം പിയും ക്യൂവും കോൺജുഗേറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പം എന്തായി? നോം 1 ആണെങ്കിൽ, നോം ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ട്രൂ ആണ്. അതായത് നോം നമ്മൾ കൺസിഡർ ചെയ്യാണ് എഫും ജിയും. അങ്ങനെയാണ് നോം എഫ് ഈക്വൽ ടു 1 ആൻഡ് നോം ജി ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ട്രൂ ആണ്, നമ്മുടെ റിസൾട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജനറൽ ആയിട്ട് ഏതൊരു ഫങ്ഷൻസിനും ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഏതൊരു ഫങ്ഷൻസിനും ഇത് ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ എഫ് ആൻഡ് ജി. എഫ് ബിലോങ്സ് ടു എൽ പി ആൻഡ് ജി ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് ഇ. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ നോം എഫ് പി എന്ന് പറയുന്നതിൻ്റെ നോം എത്രയാ? വിച്ച് ഈസ് 1. ആൻഡ് ജി ബൈ നോം ജി ക്യൂൻ്റെ നോം എത്രയാ? വിച്ച് ഈസ് ഓൾസോ 1 അല്ലേ? അപ്പോൾ ഇതിന് എന്തായിരിക്കും? നമ്മളിപ്പം പറഞ്ഞ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ട്രൂ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ എ മോഡുലസ് ഓഫ് എഫ് ബൈ നോം എഫ് പി ഇൻറ്റു ജി ബൈ നോം ജി ക്യൂ എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ ആയിരിക്കും. സോറി, നോം എഫ് പി ബൈ നോം എഫ് ബൈ, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ബൈ നോം എഫ് പി പി ഇൻറ്റു നോം ജി ബൈ നോം ജി ക്യൂ ക്യൂ. നോം എഫ് ഇതിൽ നിന്ന് നമുക്ക് നോം എഫ് പി കോൺസ്റ്റൻ്റ് ആണ്, നോം ജി ക്യൂ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കാം. അപ്പം 1 ബൈ നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതെന്താ? എഫ് ബൈ നോം എഫ് പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോം എഫ് പി ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി നോം എഫ് പി. അപ്പോൾ നോം എഫ് പി ബൈ നോം എഫ് പി 1 ഇൻറ്റു നോം ജി ക്യൂ ബൈ നോം ജി ക്യൂ ബൈ നോം ജി ക്യൂ 1. സോ ദിസ് ഇസ് 1 വരും. ഇനി ഇയാളെങ്ങോട്ട് ഔട്ട് കൊണ്ടുപോയാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ. അപ്പോൾ നമുക്ക് എന്തായി? നോം 1 ആയിട്ടുള്ള ആളുകൾക്ക് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് ആർക്കും ഇത് ട്രൂ ആണ്, ഏതൊരു എഫിനും നോം 1 അല്ലാത്ത എഫിനും ഇത് ട്രൂ ആണ് എന്ന് പിന്നീട് നമ്മൾ കാണിച്ചു. അപ്പോൾ ഫസ്റ്റ് പി ഈക്വൽ ടു 1 എന്നുള്ള കേസ് കാണിച്ചു. ഇനി പി 1 അല്ലാത്ത കേസിൽ നമ്മൾ നോം 1 ആയിട്ടുള്ള ആളുകൾക്ക് ട്രൂ ആണെന്ന് കാണിച്ചു. പിന്നെ അത് യൂസ് ചെയ്തിട്ട് ജനറലായിട്ട് എല്ലാവർക്കും ട്രൂ ആണെന്ന് കാണിച്ചു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന ബാക്കി ആളുകളെയാണ് കാണിക്കാനുള്ളത്. എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഈക്വൽ ടു എന്നുള്ള, ഓക്കെ, എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി എന്ന് കാണിക്കണം. അപ്പോൾ എഫ് സ്റ്റാർ എന്താണ്? എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി റീസ് ടു 1 മൈനസ് പി SGN of f
mod f raised to p minus 1. ഇതാണ് എഫ് സ്റ്റാർ. അപ്പം നമുക്ക് എഫ് ഇൻറ്റു എഫ് സ്റ്റാർ അപ്പം എന്താ? നോം എഫ് റേസ് ടു പി 1 മൈനസ് പി ഒരു കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഇൻറ്റു എസ് ജി എൻ ഓഫ് എഫ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് മോഡ് എഫ് ആണ്. മോഡ് എഫ് റേസ് ടു പി മൈനസ് 1 ഇവിടെയുണ്ട്, മോഡ് എഫും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മോഡ് എഫ് റേസ് ടു പി. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ എന്ന് പറയുന്നത് നോം എഫ് പി റേസ് ടു 1 മൈനസ് പി ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി ആയിട്ട് വരും. നൗ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഈക്വൽ ടു എന്താ? ഇൻ്റഗ്രൽ ഓവർ ഈ നോം എഫ് പി റേസ് ടു 1 മൈനസ് പി ഇൻറ്റു മോഡ് എഫ് റേസ് ടു പി വരും. അതിൽ നോം എഫ് പി റേസ് ടു 1 മൈനസ് പി കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി എന്ന് വരും. എന്താണ് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി? നമുക്ക് നോക്കാം ഡെഫിനിഷൻ. നമ്മൾ നോമിൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ നോം എഫ് പി എന്താ? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി ആണ്. അപ്പം നോം എഫ് പി റേസ് ടു പിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പിനെ നോം എഫ് റേസ് ടു പിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് 1 മൈനസ് പി ഇൻറ്റു പി, ദാറ്റ് ഈസ് നോം എഫ് പി. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫ് സ്റ്റാറിൻ്റെ നോം ഓവർ ക്യൂ. നോം എഫ് സ്റ്റാർ ഓഫ് ക്യൂ 1 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം എന്താ നോം എഫ് സ്റ്റാർ? ഫങ്ഷൻ തന്നിരിക്കുന്നത് എന്താ? നോം എഫ് സ്റ്റാർ ബൈ ഡെഫിനിഷൻ എന്താ? ആദ്യം കോൺസ്റ്റൻസ് ആദ്യം ഉണ്ടാക്കാം. അപ്പം ഇതെന്താ? എഫ് സ്റ്റാർ നോം ഓഫ് നോം എഫ് പി റേസ് ടു പി മൈനസ് 1 or 1 minus p. 1 minus p SGN of f mod f raised to 1 minus p over q എന്ന് എഴുതാം അല്ലേ? ദെൻ നോം എഫ് പി റേസ് ടു 1 മൈനസ് പി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അയാളെ പുറത്തെടുക്കാം. നോം എഫ് പി ഇവിടെ അല്ല കേട്ടോ, മാറിപ്പോകുന്നുണ്ട്. 1 മൈനസ് പി എസ് ജി എൻ ഓഫ് എഫിൻ്റെ നോം അത് 1 ആൻഡ് മൈനസ് 1 ആയതുകൊണ്ട് 1 ആയി. ബാക്കി മോഡ് എഫ് റേസ് ടു 1 മൈനസ് പിൻ്റെ നോം ക്യൂ. അപ്പം അതെന്താ നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എഫ് റേസ് ടു പി 1 മൈനസ് പി ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ഓവർ ഈ mod f raised to 1 minus p whole raised to q all raised to 1 by q, which is equal to norm f p raised to 1 minus p integral over a mod f raised to 1 minus p into q എന്ന് വരും. എന്താ 1 minus p into q? നമുക്കറിയാം 1 by p plus 1 by q equal to 1. അപ്പം 1 by p എന്ന് പറയുന്നത് ഓക്കെ, ഇതിന് p പ്ലസ് q ബൈ പി ക്യു ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് ഈസ് p പ്ലസ് q മൈനസ് പി ക്യു ഈക്വൽ ടു 0. ഇതിന് 1 മൈനസ് പി അല്ല വേണ്ടത്, അപ്പോൾ ക്യൂവിനെ പുറത്തെടുക്കാം. p ഇൻറ്റു p പ്ലസ് q ഇൻറ്റു 1 മൈനസ് p ഈക്വൽ ടു സോറി, ഇവിടെ പി മൈനസ് 1 ആണ്, മാറിപ്പോയതാ. പി മൈനസ് 1 ഇവിടെയും പി മൈനസ് 1 പി മൈനസ് 1 ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇവിടെ ഇതങ്ങോട്ട് പോകുമ്പോൾ പി മൈനസ് 1.
അപ്പോൾ ക്യൂ ഇൻറ്റു പി മൈനസ് വൺ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് റേസ് ടു പി മൈനസ് വൺ ഇൻറ്റു ക്യൂ എന്നുള്ളത് പി ഹോൾ റേസ് ടു ക്യൂ എന്ന് എഴുതാം. ഓക്കെ, integral over a mod f raised to p whole raised to ഇവിടെ 1/q അല്ലേ, 1/qനെ 1 മൈനസ് 1/p എന്ന് എഴുതാം. എന്താ 1 മൈനസ് 1/p? norm f raised to p 1 minus p into integral over a mod f raised to p into p minus 1 by p. അതായത് norm f raised to p into 1 minus p integral over ഇതിനെങ്ങനെ എഴുതാം? integral over a mod f raised to p whole raised to 1 by p whole raised to p minus 1. ഇതെന്താ? norm f p raised to 1 minus p. ഇതെന്താ? norm f p raised to p minus 1 equal to norm f raised to 0 equal to 1. അപ്പം ഇതാണ് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത തിയറം പറയുന്നത്. നെക്സ്റ്റ് മിൻകോവ്സ്കീസ് ഇനീക്വാളിറ്റി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്ത നോം ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ആവശ്യകരമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതാണ്. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി, മിൻകോവ്സ്കീസ് ഇനീക്വാളിറ്റിയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് എൽ പി ഓഫ് ഇൻ്റഗ്രൽ ഓവർ മോഡ് ഓഫ് റേസ്ഡ് ടു പി ഇത് നോം ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഈ ഒരു ഇതും കൂടി അതിൻ്റെ കൂടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റിക്ക് വേണ്ടി ഇതും കൂടെ ചേർക്കണം. അപ്പം നോക്കാം. മിൻകോവ്സ്കീസ് ഇനീക്വാളിറ്റി. ലെറ്റ് ഇ ബി മെഷറബിൾ സെറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ദ ഫംഗ്ഷൻ f and g belongs to LP of b, so this their sum mod f plus g and norm of f plus g raised to p less than or equal to norm f p plus norm gp. ഓക്കെ, ഇനി കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ p ഈക്വൽ ടു 1ഉം p ഈക്വൽ ടു ഇൻഫിനിറ്റിയും ആയിട്ടുള്ള കേസിൽ ഇത് ട്രൂ ആണ് എന്നുള്ളത് എക്സാമ്പിളിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 7.1 എക്സാമ്പിൾസിലുണ്ട്, ചെക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്കിനി p1 ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുന്ന ആളാകുമ്പോൾ1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി ആകുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പം എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് സ്റ്റാർ നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ? എഫ് സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എഫ് സ്റ്റാറിനെ കോൺജുഗേറ്റ് ഫങ്ഷൻ ഓഫ് എഫ് എന്നാണ് പറയുക. ഓക്കെ, അത് ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. എന്ത്? എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് സ്റ്റാർ എന്ന് പറയുന്നത് നോം എഫ് പി ആയിരിക്കും. അതുപോലെ നോം എഫ് ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് കോൺജുഗേറ്റ് ഫംഗ്ഷൻ, ഏതൊരു ഫംഗ്ഷനെയും കോൺജുഗേറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ്. അപ്പം നമ്മൾ എഫ് പ്ലസ് ജി എടുത്തു, കറസ്പോണ്ടിങ് അതിൻ്റെ കോൺജുഗേറ്റ് ഫംഗ്ഷനായിട്ട് എഫ് പ്ലസ് ജി സ്റ്റാർ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൻ്റെ കോൺജുഗേറ്റ് ഓഫ് എഫ് സ്റ്റാർ. അങ്ങനെയാണ് നോം എഫ് പ്ലസ് ജി പിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോൺജുഗേറ്റിൽ നമ്മൾ അങ്ങനെയല്ല, ഇൻ്റഗ്രൽ എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി ആണ്. അപ്പോൾ ഇവിടെ നോം എഫ് പിനെ ഇൻ്റഗ്രൽ എഫ് സ്റ്റാർ എന്ന് എഴുതാം. എഫിന് പകരം എഫ് പ്ലസ് ജി ആകുമ്പോൾ ഇൻ്റഗ്രൽ മോഡ് എഫ് നോം എഫ് പ്ലസ് ജി നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ എന്ന് എഴുതാം. എഫ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ. ഇനി ഇതിൽ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ മോഡുലസ് ഓഫ് എന്ന് പറഞ്ഞുകൂടെ ഒരു ഫംഗ്ഷൻ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് അല്ലേ? അതും കൂടി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താൽ എന്ത് വരും? നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി ഇൻറ്റു നോം എഫ് പ്ലസ് ജി സ്റ്റാർ ക്യൂ. ഇവിടെ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പം നോം ജി പി ഇൻറ്റു എഫ് പ്ലസ് ജി സ്റ്റാർ ക്യൂ. ഓക്കെ, നോം എഫ് പ്ലസ് ജി സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് എഫ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നോം എഫ് പി പ്ലസ് നോം ജി ക്യൂ. ഇത് കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിൻ്റെ കൂടെ വരുന്നതിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മിൻകോവ്സ്കീസ് ഇനീക്വാളിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിക്ക് വേണ്ടി യങ്സ് ഇനീക്വാളിറ്റി ഒക്കെ പ്രൂവ് ചെയ്തു.
ഇനി ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ ഒരു സ്പെഷ്യൽ കേസാണ് പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 2 ആകുമ്പം എന്താ വരിക? എന്താ നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി? ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ. ഓക്കെ, അപ്പം ഇതിൽ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 2 ആകുമ്പോൾ എന്താ വരിക? നോം എഫ് 2 അല്ലേ ഇൻറ്റു നോം ജി 2. എന്താ നോം എഫ് 2 എന്ന് പറയുന്നത്? നോം എഫ് 2 എന്ന് പറയുമ്പം ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻ്റഗ്രൽ ഓവർ എ മോഡ് ജി സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അതാണ് കോഷി ഷ്വാർട്സ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോളറിയാണ്. ലെറ്റ് E be a measurable set and 1 less than or equal to p less than infinity. Suppose f is the family of functions in LP of E that is bounded in LP of E in the sense that there is a constant m for which norm fp less than or equal to m. Then the family f is uniformly integrable over E. അപ്പം നമുക്ക് കാണിക്കേണ്ടത് ഒരു കളക്ഷൻ ഓഫ് ഫാമിലി തന്നിട്ടുണ്ട്. ആ കളക്ഷൻ ഓഫ് ഫാമിലി യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ് എന്നാണ്. അപ്പോൾ യൂണിഫോം ഇൻ്റഗ്രബിളിൻ്റെ ഡെഫിനിഷൻ എന്താ? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ നമുക്കൊരു ഡെൽറ്റ കാണാൻ പറ്റണം. സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ദെൻ എ ബി എ മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ ഫൈനൈറ്റ് മെഷർ. കൺസിഡർ എൽ പി ഓഫ് എ ആൻഡ് എൽ ക്യൂ ഓഫ് എ വെർ ക്യൂ കോൺജുഗേറ്റ് ഓഫ് പി ആയിട്ട് എടുക്കാം. ഇനി ജി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഐഡൻറ്റിക്കലി ഈക്വൽ ടു 1 ആയിട്ടുള്ള ഫംഗ്ഷൻ ഓൺ എ. എയിൽ ജിയുടെ വാല്യൂ 1 ആണ്. ഇനി മെഷർ ഓഫ് എ ലെസ് ദാൻ ഇൻഫിനിറ്റി ജി ബിലോങ്സ് ടു എൽ ക്യൂ ഓഫ് എ ആയിരിക്കും. കാരണം എന്താ? ഇൻ്റഗ്രൽ ഓവർ എ ജി എന്ന് പറയുന്നത് എന്താ? ജിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എ ജി ദറ്റ് ഈസ് മെഷർ ഓഫ് എ. അപ്പം അത് മെഷർ ഓഫ് എ ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജി റേസ് ടു ക്യൂ എന്ന് എടുത്താൽ ഇൻ്റഗ്രൽ ഓവർ എ ജി റേസ് ടു ക്യൂ മോഡ് ജി റേസ് ടു ക്യൂ ജിയുടെ മോഡ് ജി റേസ് ടു ക്യൂ ജി 1 ആയതുകൊണ്ട് തന്നെ മോഡ് ജി റേസ് ടു ക്യൂ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മെഷർ ഓഫ് എ വരും. ഇത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ജി എന്ന് പറയുന്നത് എൽ ക്യൂ എഫ് എയിലെ മെമ്പർ ആയിരിക്കും. ഇനി നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്നുള്ളതിനെ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഇൻറ്റു ജി എന്ന് പറയാം. ജി എന്ന് പറയുന്നത് ഇസ് 1. ഓക്കെ, ജി 1 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഇൻറ്റു ജി എന്ന് പറയും. ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി പ്രകാരം വിച്ച് ഇസ് നോം എഫ് പി ഇൻറ്റു നോം ജി ക്യൂ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1/p ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് ജി റേസ് ടു ക്യൂ ബൈ 1/q. അതല്ല നോമിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ബട്ട് ഫോർ ഓൾ എഫ് ഇൻ എഫ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് റേസ് ടു പി 1/p. കാരണം എ സബ്സെറ്റ് ഓഫ് ഇ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ മോഡ് എഫ് ആയാലും എന്ത് ഫംഗ്ഷൻ ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ഇ എഫ് ആയിരിക്കും. അതായത് മോഡ് എഫ് റേസ് ടു പിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് മോഡ് എഫ് റേസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഹോൾ റേസ് ടു 1/p ടേക്കിംഗ് എടുക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഇനി എന്താ ഇവിടെ പറയുന്നത്? നോം എഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് എന്നുള്ളത് നമുക്ക് അസംഷനിൽ തന്നിട്ടുണ്ട്. ഇത് നോം എഫ് പി ആണ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ എ നോം എഫ് പി റേസ് ടു 1/p ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് കിട്ടി. ഇൻ്റഗ്രൽ ഓവർ എ ജി മോഡ് ജി റേസ് ടു ക്യൂ 1/q എന്ന് പറയുന്നത് എന്താ? ജി റേസ് ടു ക്യൂയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ 1 വരും. ദാറ്റ് ഈസ് മെഷർ ഓഫ് എ ഹോൾ റേസ് ടു 1/q. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മെഷർ ഓഫ് എ ഹോൾ റേസ് ടു 1/q. അതിനി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്ന് പറയുന്നത് എം ഇൻറ്റു മെഷർ ഓഫ് എ ഹോൾ റേസ് ടു 1/q. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. ഡെൽറ്റ ആയിട്ട് എപ്സിലോൺ ബൈ എം റേസ് ടു ക്യൂ എന്ന് ചൂസ് ചെയ്താൽ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പം ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്താവും? ജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റയാണ് ഡെൽറ്റ റേസ് ടു
1/q. എന്താ ഡെൽറ്റ? എപ്സിലോൺ m ഇൻറ്റു എപ്സിലോൺ ബൈ m ഹോൾ റേസ് ടു q ഹോൾ റേസ് ടു 1/q. അപ്പം m ക്യാൻസൽ ആവും. എപ്സിലോൺ റേസ് ടു q/q ദാറ്റ് ഈസ് എപ്സിലോൺ. അപ്പം ഇത് ഇൻ്റഗ്രബിൾ ആണ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് corollary 3. Let E be a measurable set of finite measure 1 less than or equal to p1 less than or equal to p2 less than or equal to infinity. Then LP2 of E is subset of LP1 of E. Furthermore, norm of P1 less than or equal to C into norm of P2 for all F in LP2 of E, where C equal to measure of E into P2 minus P1 divided by P1 P2 if P2 less than infinity, and C equal to measure of E into 1 by P1 if P2 equal to infinity. അപ്പോൾ P2 ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. P2 ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. വെൻ P2 ലെസ് ദാൻ ഇൻഫിനിറ്റി, ഡിഫൈൻ P ഈക്വൽ ടു P2 by P1 ഗ്രേറ്റർ ദാൻ 1. P എന്ന് പറയുന്നത് P2 by P1 എടുക്കുക. അപ്പോൾ P2 by P1 ഓട്ടോമാറ്റിക് P1 ലെസ് ദാൻ P2 ആയതുകൊണ്ട് P2 by P1 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. Q എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് P ആയിട്ട് എടുക്കാം. ലെറ്റ് F ബിലോങ്സ് ടു LP2 ഓഫ് E. അങ്ങനെയാണെങ്കിൽ F റീസ് ടു P1 ബിലോങ്സ് ടു LP ഓഫ് E ആയിരിക്കും. എന്നുകൊണ്ടാ F റീസ് ടു P1 ആണ് പറയുന്നത്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ E മോഡ് F റീസ് ടു P1 അല്ല പറഞ്ഞേ, P1 ഹോൾ റേസ് ടു P. എന്താ ഇൻ്റഗ്രൽ ഓവർ E മോഡ് F റേസ് ടു P1P. എന്താ P1P എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് P2. ഇൻ്റഗ്രൽ ഓവർ E മോഡ് F റേസ് ടു P2. അപ്പം F P2ലാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ F റേസ് ടു P1 LP ഓഫ് ഇയിലാണ് എന്ന് നമുക്ക് പറയാം. ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻ്റഗ്രൽ ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി സിൻസ് F ബിലോങ്സ് ടു LP2 ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതും ഇൻഫിനിറ്റി ആവും. അപ്പോൾ F റേസ് ടു P1 ബിലോങ്സ് ടു LP ഓഫ് ഇ. നെക്സ്റ്റ് G എന്ന് പറയുന്നത് കൈ ആയിട്ട് ഡിഫൈൻ ചെയ്യുക, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ആൻഡ് G ബിലോങ്സ് ടു LQ ഓഫ് ഇ. ക്ലിയർ അല്ല? ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് G റീസ് ടു Q. എന്താ G എന്ന് പറയുന്ന ഇയിൽ വാല്യൂ 1 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് മെഷർ ഓഫ് ഇ ആണ് വരിക. മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ G LQ ഓഫ് ഇയിലെ മെമ്പറാണ്. ഇനി നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുക. ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് F റീസ് ടു P1 എന്നുള്ളതിന് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് F റീസ് ടു P1 ഇൻറ്റു G എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു നോം ഓഫ് F എന്ന് പറയുന്നത് P2ലുള്ള മെമ്പറാണ്. അപ്പോൾ അവിടെ നോം ഓഫ് P2 റീസ് ടു P1 കൊടുക്കുക. ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് G റീസ് ടു Q ഹോൾ റീസ് ടു 1/Q. ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് G റീസ് ടു Q എന്നുള്ളത് മെഷർ ഓഫ് ഇ ആണ് അല്ലേ? G റീസ് ടു Qയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് മെഷർ ഓഫ് ഇ ദറ്റ് ഈസ് ഇത് മെഷർ ഓഫ് ഇ ഹോൾ റീസ് ടു 1/Q എന്ന് വരും. അപ്പോൾ ഇതിന് എന്ത് പറയാൻ പറ്റും? നോം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് F റീസ് ടു P1 ലെസ് ദാൻ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെർഫോർ F ബിലോങ്സ് ടു LP1 ഓഫ് ഇ. അപ്പോൾ F LP2 എന്ന് നമ്മൾ ചൂസ് ചെയ്താൽ F LP1ൽ ആണെന്ന് കിട്ടി. സോ LP2 ഓഫ് ഇ സബ്സെറ്റ് ഓഫ് LP1 ഓഫ് ഇ. ഇനി ഇതിൻ്റെ 1/പവർ ഏതില്ല 1/P1 എടുക്കുക. അപ്പോൾ എന്ത് ഹോൾ റേസ് ടു 1/P1 എടുത്താൽ എന്താവും? ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് F റേസ് ടു P1 ഹോൾ റേസ് ടു 1/P1 എന്ന് പറയുന്നത് എന്താ? നോം FP1 വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഹോൾ റേസ് ടു മോഡ് F P2 ഹോൾ റേസ് ടു P1 ഹോൾ റേസ് ടു 1/P1 അല്ലേ? അത് നോം P2 ആവും. ഇൻറ്റു മെഷർ ഓഫ് ഇ ഇൻറ്റു 1/P1 എടുക്കാനല്ല പറഞ്ഞത്. 1/P1Q എന്ന് കിട്ടും. നമുക്ക് പറഞ്ഞത് എന്താ? C ഇൻറ്റു നോം P2 എന്നാക്കാനാണ് പറഞ്ഞത്. അപ്പം C ആരാ? C ഈക്വൽ ടു
measure of V raised to 1 by P1 into Q. Is equal to measure of V raised to 1 by P1 Q. ഇനി P1 Q എന്താന്ന് നോക്കാം. Q എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് P ആണ്. അതായത് P എന്ന് പറയുന്നത് എന്താ, P2 by P1. അപ്പം 1 by Q പ്ലസ് 1 by P ഈക്വൽ ടു 1 ആണ്. സോ 1 by Q എന്ന് പറയുന്നത് 1 മൈനസ് 1 by P ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1 by 1 by P. P2 by P1 ആണ്. അപ്പോൾ 1 by P, P1 by P2. So this is P2 minus P1 by P2. അപ്പോൾ എന്താ 1 by PQ? 1 by PQ പറഞ്ഞാൽ 1 by P ഇൻറ്റു ഇത് 1 by Q അല്ലേ, 1 P2 മൈനസ് P1. P എന്ന് പറയുന്നത് P2 by P1 അല്ലേ. P2 by P1 ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ P1 by P2 ഓക്കെ. ഇവിടെ 1 by P1Q എന്നാണ്. 1 by PQ അല്ല, 1 by P1Q. P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 P2. അപ്പോൾ സിയുടെ വാല്യൂ എന്താണെന്ന് കിട്ടി? മെഷർ ഓഫ് ഇയർ ഈസ് ടു P2 മൈനസ് P1 ബൈ P1 P2 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് 7.2 എന്ന് പറയുന്ന സെക്ഷൻ്റെ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.